എന്നോട് ഒരുപാട് പേര് ഇതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. തലേ ദിവസം കുതിർത്ത് വെച്ച ഒരു കപ്പ് പച്ചരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ചെറിയുള്ളിയും ഒരു പിടി തേങ്ങയും 2 ടീസ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ഈസ്റ്റ് ഇല്ലെങ്കിൽ 1/4 കപ്പ് ചോറ് ചേർത്താൽ മതി. പാകത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് ഇളം ചൂടുള്ള വെള്ളത്തിൽ വേണം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്. പാകത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുത്ത ശേഷം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ബാറ്റർ കിട്ടാനായിട്ട്. ഇനി നമുക്ക് ഇത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. നല്ല തണുപ്പുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിലൊന്ന് ഇറക്കി വെച്ചാൽ മതി. ഇതുപോലെ കിട്ടിക്കോളും. ഇനി ചൂടാനായിട്ട് തുടങ്ങാം. പാന് നന്നായി ചൂടായി വരുമ്പോൾ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1.5 തവി മാവ് ഒഴിച്ചു കൊടുത്ത് മെല്ലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ചെറിയ ഹോൾസ് വരുമ്പോൾ നമുക്കൊന്ന് മൂടി വെച്ച് 1 മിനിറ്റ് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ അടി കരിഞ്ഞു പോകും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അപ്പച്ചട്ടിയിൽ ഒഴിച്ചിട്ടും ചുട്ടെടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇത് കഴിച്ചുകൊണ്ടേയിരിക്കും. അത്രയ്ക്ക് സോഫ്റ്റ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ ഫോളോ ചെയ്യാനും മറക്കല്ലേ.